കർത്താവെ, അങ്ങയുടെ മക്കളെ പ്രേക്ഷിതരായി അങ്ങ് വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവവിളി സഭയിൽ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുവാനും ദൈവവിളിക്കായിട്ട് ഒരുങ്ങുന്നവരെ അതിലേക്ക് നയിക്കുന്ന രീതിയിൽ അങ്ങ് വലിയ അനുഗ്രഹങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവിളിയുള്ള ഇടങ്ങളും ദൈവവിളിക്കായി വന്നിട്ടുള്ളവരെ അതിൽ സ്ഥിരീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ സഭയെ വളർത്താനും നയിക്കാനും ഭരിക്കുക എന്നതിനേക്കാൾ ഉപരി പരിചരിച്ചുകൊണ്ട് അതിനെ വളർത്താൻ കർത്താവെ നീ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ദൈവവിളികളെയും നീ ആശീർവദിക്കണമേ. ആരും കർത്താവെ കൊഴിഞ്ഞു പോകാതിരിക്കാനും അങ്ങ് വിളിച്ചവരെ എല്ലാവരെയും തന്നെ തിരഞ്ഞെടുക്കാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഗർഭിണികളായിട്ടുള്ള മക്കൾ അവരുടെ വയറ് കയറിവെച്ചുകൊണ്ട് അവരുടെ ഒരു കുഞ്ഞിനെ കർത്താവിന് കൊടുക്കാമെന്ന് തീരുമാനിച്ച അത് വലിയൊരു തീരുമാനമായിരിക്കും. അത് കാര്യം ദൈവവിളി എന്ന് പറയണത്, അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഈ ലോകത്ത് നമുക്ക് മനസ്സിലാകുന്നതിനേക്കാൾ ഇരട്ടി കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് നമുക്കത് മനസ്സിലാകണത്. നിങ്ങൾ ദൈവവിളിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ അലോസരപ്പെടുന്ന കാര്യങ്ങൾ, ഭാരപ്പെടുന്ന കാര്യങ്ങൾ ലഘുവായിട്ട് കർത്താവ് ചെയ്തു തരും. കർത്താവ്, അങ്ങയുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ തിരുമുറുവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ശനിയാഴ്ച ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അവരാഗ്രഹിക്കുന്നതിനേക്കാൾ ഫലപ്രദമായി ചെയ്യാനും പൂർത്തിയാക്കാനും നിനക്ക് കഴിയും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇപ്പോൾ രോഗികളായിട്ടുള്ളവർ, ശരീരത്തിന് വൈകായിക തോന്നുന്നവരുണ്ട് കർത്താവേ, അവർക്ക് ഭാരം നിറയുന്നത്, കുറേ രോഗം വന്നിട്ട് ദിവസങ്ങളായിട്ട് മാറാതെ ഇത് മാറണില്ലല്ലോ കർത്താവേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ എന്ന് ഓർത്തിട്ടുണ്ട്. നല്ല ദിനങ്ങൾ പാഴായി പോകുന്ന സങ്കടങ്ങൾ വിഷമിച്ചിരിക്കുന്നവരെ ഈ കുരിശുകൊണ്ട് ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് നിങ്ങളുടെ രോഗങ്ങളെ എടുത്തു മാറ്റുകയും നിങ്ങൾക്ക് നല്ല ഓജസ് ലഭിക്കുകയും ചെയ്യട്ടെ. നീ എന്തെങ്കിലും കാര്യത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ഇടപെടലുകളിൽ നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്നെ ഇപ്പോഴാശീർവദിക്കട്ടെ. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിൻ്റെ സമയങ്ങളെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഒരു നിർണായകമായ സമയം, ചിലപ്പോൾ കണ്ടുമുട്ടലിൻ്റെ സമയമാകാം, ചിലപ്പോൾ ഒത്തുതീർപ്പിൻ്റെ സമയമാകാം, ചിലപ്പോൾ ചർച്ച തീരുമാനമാകാൻ സമയമാകാം. നീ ആഗ്രഹിക്കുന്ന ചർച്ച തീരുമാനത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാകാം. ഒരു കാര്യം ദൈവത്തെ ഓർക്കുക, നിന്റെ ചെറുതും വലുതുമായ നിൻ്റെ സ്വകാര്യവും ജനകീയ കാര്യങ്ങളുമായ എല്ലാ കാര്യങ്ങളെയും ദൈവം ഹോണർ ചെയ്യുന്നുണ്ട്. പരിശുദ്ധ അമ്മ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇല്ലായ്മകളെല്ലാം ദൈവം അമ്മയിലൂടെ അഡ്രസ്സ് ചെയ്യുമെന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കളെ, പരിശുദ്ധ അമ്മ വഴി ഒരു കാര്യം ചോദിക്കാൻ നിങ്ങൾ ലജ്ജിക്കരുത്. നിങ്ങളുടെ ആവശ്യം എന്തെന്ന് സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു എന്ന് പറഞ്ഞാലും ആ അറിവിൻ്റെ മേലെ ഒരു അക്കം കൊടുക്കാൻ വേണ്ടി അമ്മ ഒരു അനിവാര്യ ഘടകമാണ്. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ഇന്ന് ശനിയാഴ്ച അമ്മയുടെ ദിവസമായിട്ട് ഞങ്ങൾ ആചരിക്കുകയും അത് അമ്മയുടെ അരൂപിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഓരോ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ബന്ധപ്പെട്ട് അമ്മയെപ്പോലെ യേശുവിനെ കാണാൻ ബന്ധപ്പെട്ട് പോയ പോലെ തിടുക്കത്തിൽ ഓരോ കാര്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. ഇന്ന് ശനിയാഴ്ച കണക്ക് തീർക്കേണ്ട ദിവസമാണ്. ജോലിക്കാർക്ക് കണക്ക് തീർക്കാൻ കാരണം കയ്യിലില്ലാതെ അവർക്ക് തരേണ്ടാവുള്ള തരുമെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നവരും, ജോലിക്കാരാണെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുമ്പോൾ ഹൃദയം നൊന്തും പൊടിഞ്ഞൊക്കെ ഇരിക്കുന്ന ചെറുകിട വ്യാപാര വ്യവസായശാലകളിൽ ജോലി ചെയ്യുന്നവർ, അവരുടെ ഓണർമാരായിട്ടുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരെപ്പോഴും എല്ലാ പ്രാവശ്യവും ഇതുപോലെ സന്ധ്യയാകുമ്പോൾ വേദനിക്കേണ്ട അവസ്ഥ വരരുത് ഈശോയെ. അവർ സന്ധ്യയാകുമ്പോൾ സ്ഥിരമായിട്ട് വേദനിക്കുന്നവരെ, തൊഴിൽ, പണം, കുടുംബം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥകൾ, സന്ധ്യയാകുമ്പോൾ സ്ഥിരമായി വേദനിക്കുന്നവരെ അങ്ങയുടെ ദൃശ്യനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങയുടെ മക്കൾ ഇപ്പോൾ ഓൺലൈനിലുള്ളവർ, ഇത് എപ്പോഴാണ് പ്രാർത്ഥന കേൾക്കുന്നത് അപ്പോൾ ഓൺലൈനിലുള്ളവർ, കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശോ. ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തിന് 39 കൊല്ലത്തെ ശുശ്രൂഷയ്ക്ക് അങ്ങയുടെ മുമ്പിൽ ഉള്ള വിലയുടെ അനുസരിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ കരുണ തോന്നണം. സർവ്വപരി ദൈവം കൃപാസനത്തിൽ ചൊരിഞ്ഞിട്ടുള്ള സ്വന്തം സ്ഥാപനം പോലെ, സ്വന്തം ശുശ്രൂഷ കേന്ദ്രം പോലെ ദൈവം
അമ്മ മാതാവ് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി കൃപാസനത്തിൻ്റെ അധ്യയനം ആശ്രയിച്ച് ജീവിച്ച് ഓരോരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അതാ സ്ഥലങ്ങളിൽ അമ്മയും കൂടെ അവരുടെ കൂടെ എത്തിക്കൊണ്ട് അവിടെ സ്വന്തം കാര്യം പോലെ ചെയ്യുന്നത് പോലെ ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെയും കാര്യങ്ങൾ അമ്മ ഏറ്റെടുക്കുകയും അമ്മയുടെ സ്വന്തം കാര്യം പോലെ ഇന്ന് സന്ധ്യയ്ക്കുള്ളിൽ ഈ വിഷയത്തിൻ്റെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.